2026-27 അക്കാദമിക് ഇയറിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രഖ്യാപിക്കപ്പെടും. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ അക്കാദമിക് ഇയറിൽ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യെസ്, നമ്മുടെ CBSE ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻസും കരിക്കുലും ഡീറ്റെയിലിങ്ങും എല്ലാം തന്നു കഴിഞ്ഞു. സോ എന്താണ് 2031 വരെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതിന്റെ ഒരു രൂപരേഖ CBSE നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ 10th കുട്ടികൾ, ഈ വർഷത്തെ 10th CBSE പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് 10th CBSEക്ക് മൂന്നാമതൊരു ലാംഗ്വേജ് എഴുതേണ്ട കാര്യമുണ്ടോ? R3 ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല, ഈ പ്രാവശ്യം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഈ വർഷം CBSEക്കാർക്ക് ഇല്ല. അതായത് നിങ്ങൾ R1 ഇംഗ്ലീഷും പിന്നെ ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ് നിങ്ങൾ എടുക്കുന്നത് പോലെ സാധാരണ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരെണ്ണം എടുത്താൽ മതിയാവും. അത്ര തന്നെയാണ് നിങ്ങൾക്ക് എഴുതണ്ടു. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ AI നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട്. അത് കമ്പൽസറി അല്ല, ചില സ്കൂളുകൾ ഓപ്റ്റ് ചെയ്യാറുണ്ട്, അത് ഓപ്ഷണൽ ആണ്. സോ അത് ഓപ്ഷണൽ തന്നെയായിട്ടാണ് ഇപ്രാവശ്യവും തുടരുന്നത്. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന AI, ഓക്കെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്, കമ്പ്യൂട്ടർ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചില സ്കൂളുകൾ നിർബന്ധമായിട്ടും ഇത് എടുപ്പിക്കുന്നുണ്ട് 6ാമത്തെ സബ്ജക്റ്റ് ആയിട്ട്. കാരണം 5 സബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാൽ 6ാമത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഓവറോൾ മാർക്കിന്റെ പെർസെന്റേജ് കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം സ്കൂളുകൾ ചെയ്യുന്നത്. അത് നല്ലതാണ്, ഒരു ഓപ്ഷണൽ ആണ്. ഇതും ഓപ്ഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അഡ്വാൻസ്ഡ് സയൻസും അഡ്വാൻസ്ഡ് മാത്സും ഒക്കെ ഈ വർഷം മുതൽ വരുന്നുവെന്ന്. അതൊന്നും തന്നെ ഈ വർഷത്തെ 10th CBSEക്കാർക്കല്ല. 2026-27 വർഷത്തെ 10th CBSEക്കാർക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അവർക്ക് പഴയതുപോലെ തന്നെ ബേസിക് മാത്സ്, സ്റ്റാൻഡേർഡ് മാത്സ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാം. ഈ പ്രാവശ്യം നമ്മുടെ പരീക്ഷയ്ക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾക്കറിയാം. ഈ പ്രാവശ്യം നമ്മുടെ ബോർഡ് എക്സാമിന് സംഭവിച്ച അബദ്ധം നിങ്ങൾക്കറിയാം. ബേസിക്കുകാർക്ക് സ്റ്റാൻഡേർഡ് പേപ്പറും സ്റ്റാൻഡേർഡുകാർക്ക് ബേസിക് പേപ്പറുമാണ് കൊടുത്തത്. അങ്ങനെ അബദ്ധങ്ങളൊന്നും അടുത്ത വർഷം സംഭവിക്കാതിരിക്കട്ടെ. നല്ല ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വർഷം മാത്സ് പരീക്ഷ വരട്ടെ. യെസ്, നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ CBSEയുടെ ബേസിക് ഓർ സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ് പരീക്ഷ വരാൻ പോകുന്നത്. അതല്ലാതെ പുതിയ മാറ്റങ്ങളൊന്നും ഈ വർഷത്തെ 10th CBSEക്കാർക്ക് ബാധകമല്ല. ഓക്കെ, എക്സാം രീതിയിലോ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പോലെ നിങ്ങൾ എഴുതാറുള്ള 5 അല്ലെങ്കിൽ 6 സബ്ജക്ട് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. കൂടുതൽ സബ്ജക്ട്സ് ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇനി പരീക്ഷ എഴുതി അതിന്റെ റിട്ടേൺ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ എക്സാം വരെയുള്ള കാര്യങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഇനി എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. CBSEക്കാർക്ക് ഈ വർഷം ഉള്ള സിലബസ് ഏത്? ദാറ്റ് മീൻ നമുക്ക് ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് അവിടെ ഇവിടെയുള്ള പോർഷൻസ് ഒന്നും ഇല്ല. അത് ഏതൊക്കെ ഡിലീറ്റഡ് ആണ് അല്ല എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഫോളോ ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.